താമസിക്കുന്ന ഹോട്ടലിൽ നിന്നു തന്നെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി പദ്ധതികളുള്ള ഒരു ദിവസമല്ല. മാത്രവുമല്ല, ഞങ്ങൾ ആദ്യം കാണണമെന്ന് കരുതുന്ന സവിശേഷമായ ഒരു സ്ഥലം 9 മണിക്ക് മാത്രമേ തുറക്കുകയുമുള്ളൂ. അതിനാലാണ് തിരക്ക് കൂട്ടാതെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പുറപ്പെട്ടത്. അറ്റോമിയം എന്നൊരു നിർമ്മിതി കാണാനാണ് ഞങ്ങൾ പോയത്. ബ്രസൽസിൻ്റെ ബിംബം എന്ന നിലയ്ക്ക് പരാമർശിക്കപ്പെടുന്ന ഒരു നിർമ്മിതിയാണ് അറ്റോമിയം. ഒരു ഇരുമ്പ് ക്രിസ്റ്റൽ ആറ്റത്തിൻ്റെ ആകൃതിയിലാണത്രേ അറ്റോമിയം ഉണ്ടാക്കിയിരിക്കുന്നത്. അത്തരം ഭൗതികശാസ്ത്ര കാര്യങ്ങളിൽ എനിക്ക് വലിയ പിടിയില്ലാത്തതിനാൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. 9 സ്റ്റീൽ ഗോളങ്ങളുടെ ഒരു സമുച്ചയമാണ് അറ്റോമിയം എന്ന് കാണാം. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മളെ പിടിച്ചു നിർത്തുന്ന പ്രത്യേകത അറ്റോമിയത്തിനുണ്ട്. വിസ്തൃതമായ ഒരു പറമ്പിനുള്ളിലാണ് അറ്റോമിയം ഉള്ളത്. ഞങ്ങളവിടെ എത്തുമ്പോൾ പരിസരത്ത് ഒരു ബൈക്ക് റാലിക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത് കണ്ടു. പലസ്തീൻ അനുകൂല പ്രകടനമാണ്. ഇന്ന് യൂറോപ്പിൽ ആകമാനം പ്രോ പാലസ്തീൻ പ്രകടനം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇവിടെയും ഈ ബൈക്ക് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. ഇവിടേക്ക് വരുമ്പോൾ ഒരു വനത്തിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നിടയ്ക്ക് തോന്നിയിരുന്നു. പട്ടണമധ്യത്തിൽ ഇത്രയും വലിയ ഒരു വനമോ എന്ന ആശ്ചര്യം തോന്നി. ബ്രസൽസ് പാർക്ക് എന്നും റോയൽ പാർക്ക് എന്നും അറിയപ്പെടുന്ന പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു ഉദ്യാനമാണ് അത് എന്ന് മനസ്സിലായി. നഗരമധ്യത്തിലെ ഒരു കാട് എന്നതുപോലെ തന്നെ അനുഭവപ്പെടും ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ കിടക്കുന്ന ഈ ഉദ്യാനം. അറ്റോമിയം നിൽക്കുന്നതും ഈ പാർക്കിൻ്റെ ഒരതിരിലായാണ്. പ്രവേശന ഭാഗത്ത് നിന്നും അറ്റോമിയത്തിലേക്ക് നടക്കുമ്പോൾ ഒരു വശത്ത് ഈ വനഭൂമി കാണാനാവും. രാവിലെ തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ടൂറിസ്റ്റുകളാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നവർ. രൂപഭാവത്തിൽ നിന്നും അത് മനസ്സിലാക്കാനാവും. യാത്രകൾക്കിടയിൽ തോന്നാറുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചാരികളായി പുറപ്പെടുന്നത് ചൈനയിൽ നിന്നാണെന്ന് തോന്നുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ചൈനക്കാരുടെ വലിയ കൂട്ടങ്ങളെ കാണാം. മറ്റുള്ളവരോടൊപ്പം ഞങ്ങളും ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോയി. പുറത്തുനിന്ന് കാണുന്ന സ്റ്റീൽ ഗോളങ്ങൾ ഓരോന്നിനും പലതരം ഉപയോഗങ്ങളാണ്. ആദ്യമായി നമ്മൾ എത്തുന്ന ഗോളത്തിന് ഉള്ളിൽ നിന്നാൽ ബ്രസൽസ് പട്ടണത്തിൻ്റെ 360 ഡിഗ്രിയിലുള്ള ആകാശ കാഴ്ച കിട്ടും. 1958 നടന്ന വേൾഡ് എക്സ്പോയുടെ സെൻറ്റർ പീസായി നിർമ്മിച്ചതാണ് അറ്റോമിയം. തികച്ചും ആധുനികമായി കാണപ്പെടുന്ന ഈ കെട്ടിടം 7 ദശാബ്ദത്തിനു മുൻപാണ് നിർമ്മിച്ചത് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. എക്സ്പോയുടെ പ്രധാന ആകർഷണമായിരിക്കുമ്പോൾ തന്നെ ശാസ്ത്രം നേടിയ പുരോഗതിയുടെ പ്രകാശനം എന്ന നിലയ്ക്കാണ്
തികച്ചും വ്യത്യസ്തമായ ആകൃതിയിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ശാസ്ത്ര പുരോഗതിക്കുള്ള സമർപ്പണം എന്ന നിലയ്ക്ക് ഈ നിർമ്മിതി പ്രാധാന്യത്തോടെയുള്ള പരാമർശം അർഹിക്കുന്നു. ഓരോ നിമിഷവും നമ്മോടൊപ്പം ഉള്ളതിനാൽ സയൻസിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയാറില്ല. സയൻസിനുള്ള സ്മാരകം പോലെ ഉയർത്തിയിരിക്കുന്ന അറ്റോമിയത്തിലേക്കും അതുപോലുള്ള മറ്റിടങ്ങളിലേക്കും ചെല്ലുമ്പോൾ പോലും ശാസ്ത്രത്തെ മൂർത്തമായ ഒരു ഏകകമായി നമ്മൾ ആലോചിക്കാറില്ല. അതാണ് ശാസ്ത്രത്തിൻ്റെ അന്തസത്ത. എപ്പോഴും പരിണാമത്തിന് വിധേയമായിക്കൊണ്ട് അത് നമ്മോടൊപ്പം ജീവിക്കുന്നു, അതിനാൽ ആരാധിക്കപ്പെടുന്നുമില്ല. ഒരു ഗോളത്തിൽ നിന്നും മറ്റൊരു ഗോളത്തിലേക്ക് പോകാൻ എസ്കലേറ്ററുകളുണ്ട്. ഒരു ഗോളം ലേസർ ലൈറ്റ് ഷോയ്ക്കായി ഉള്ളതാണ്. അവിടുത്തെ സംഗീതവും അതിനനുസരിച്ചുള്ളതാണ്. ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുതരം മതിഭ്രമവും സ്ഥലജല വിഭ്രാന്തിയും അനുഭവപ്പെടും. വെർട്ടിഗോ പോലുള്ള അസുഖമുള്ളവർ ഇതിനകത്തേക്ക് പ്രവേശിക്കരുത് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പൊലിമയുള്ള കാഴ്ച കൊടുക്കണമല്ലോ. ആ ഉദ്ദേശത്തിലാവണം ഫ്യൂച്ചറിസ്റ്റിക്കായി അനുഭവപ്പെടുന്ന ഇത്തരം സംഗതികൾ ചെയ്തു വച്ചിരിക്കുന്നത്. എക്സ്പോ കഴിയുമ്പോൾ പൊളിച്ചു കളയണം എന്ന ഉദ്ദേശത്തിലാണ് അറ്റോമിയം നിർമ്മിച്ചതെങ്കിലും ഈ നിർമ്മിതിക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയാൽ അതിനെ നിലനിർത്തുകയായിരുന്നു. ഏതാണ്ട് 70 കൊല്ലത്തിന് ശേഷവും ബ്രസൽസിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ബിംബമായി അറ്റോമിയം നിലനിൽക്കുന്നു. അറ്റോമിയത്തിലെ കാഴ്ചകൾ കണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യ ബൈക്ക് റാലി അതിൻ്റെ പാരമ്യത്തിലെത്തിയിട്ടുണ്ട്. കുറച്ചു നേരം ആ കാഴ്ചകൾ കണ്ട് നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും പട്ടണമധ്യത്തിലേക്ക് വന്നു. ഇന്നലെ പട്ടണത്തിലെ പ്രധാന ചത്തുരമായ ഗ്രാൻഡ് പ്ലേസും പരിസരങ്ങളും കണ്ടിരുന്നു. എന്നാൽ അതിലൊതുങ്ങുന്നതല്ല ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളിലൊന്നായ ബെൽജിയത്തിൻ്റെ തലസ്ഥാന പട്ടണം. റോയൽ ക്വാർട്ടറും സാബ്ലോൺ എന്ന് അറിയപ്പെടുന്ന ഇടവും ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ബ്രസൽസിലെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രദേശം. ഞങ്ങൾ അവിടുത്തെ അവർ ലേഡി ഓഫ് വിക്ടറീസ് എന്ന കത്തോലിക്ക പള്ളിക്ക് മുന്നിലാണ് ചെന്നെത്തിയത്. ഗംഭീരമായ പള്ളിയാണ്, എങ്കിലും അധികം വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. കഴിഞ്ഞ ഒരു ഭാഗത്ത് പറഞ്ഞതുപോലെ യൂറോപ്പിലെ പള്ളികളെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ പോയാൽ അതിനെ സമയം കാണുകയുള്ളൂ. മാത്രവുമല്ല, ഈ യാത്രയിൽ ഞങ്ങൾ ലോകപ്രശസ്തമായ ഒരു പള്ളി ഇനി സന്ദർശിക്കുന്നുണ്ട്. ഒരു പരമ്പരയിൽ ഒരു പള്ളിയെക്കുറിച്ച് സംസാരിച്ചാൽ മതിയാവും. പള്ളിയിൽ ഞായറാഴ്ച കുർബാന നടക്കുന്നു. അല്പനേരം അതിൽ കൂടിയതിന് ശേഷം ഞങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങി. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് ബെൽജിയത്തിൻ്റെ ഭരണക്രമം. രാജാവാണ് രാഷ്ട്രത്തലവൻ. രാജകൊട്ടാരവും മറ്റും ഇരിക്കുന്ന ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒരു കുന്നിൻ മുകളിലാണ് ഈ സ്ഥലം.
ഇവിടെ നിന്നും പ്രധാനപ്പെട്ട ഒരു നടപ്പാത താഴേക്ക് പോകുന്നുണ്ട്. അതിലൂടെ കുന്നിറങ്ങി നടന്നാൽ ഗ്രാൻഡ് പ്ലേസ് ഭാഗത്തെത്താം. പടവുകളും നിരത്തും ഒക്കെയായി കാണപ്പെടുന്ന ഈ പ്രധാന വഴിയിലൂടെ താഴേക്ക് നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് റോയൽ ക്വാർട്ടറും സാബ്ലോൺ പ്രദേശവും ഈ കുന്നിൻ മുകളിലാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. സാബ്ലോൺ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മണൽ എന്നാണത്രേ. പുരാതന കാലത്ത് നഗരകോട്ടയ്ക്ക് പുറത്തുള്ള മണൽക്കുന്നായിരുന്നു ഇവിടം. ഇപ്പോൾ അതൊക്കെ നഗരമധ്യമായി പരിണമിച്ചിരിക്കുന്നു. രാജകൊട്ടാരത്തിനോട് ചേർന്ന് ഒരു പള്ളിയുണ്ട്, സെൻറ്റ് ജെയിംസ് ചർച്ച്. നിയോ ക്ലാസിക്കൽ രീതിയിലുള്ള ഈ കെട്ടിടം കണ്ടപ്പോൾ ആദ്യം ഒരു പള്ളിയാണ് എന്ന് തോന്നിയിരുന്നില്ല. കൊട്ടാരത്തിൻ്റെ ഭാഗമായ ഒരു കെട്ടിടം എന്നാണ് കരുതിയത്. ഈ പള്ളിയുടെ മുന്നിൽ നിന്നുമാണ് പ്രധാന പാത കുന്നിറങ്ങിപ്പോകുന്നത്. അതുവഴി താഴേക്ക് നടക്കുമ്പോൾ ഇരുവശത്തും കാണുന്ന കെട്ടിടങ്ങളും കാഴ്ചകളും ബെൽജിയത്തിൻ്റെ സമ്പന്നമായ ഭൂതകാലത്തിൻ്റെ പ്രകാശനമാണ്. ലോകത്തിലെ മീഡിയൻ വെൽത്ത് ഇൻഡെക്സിൽ ഏറ്റവും ഉയരത്തിലുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ബെൽജിയം. അതായത് സാധാരണ പൗരന്മാർ പോലും താരതമ്യേന ഉയർന്ന ജീവിത നിലവാരം ഉള്ളവരാണ്. ജനങ്ങൾക്കിടയിൽ സാമ്പത്തികമായ അസമത്വം തീരെ കുറഞ്ഞിരിക്കുന്ന നാട്. ഫ്ലെമിഷ് വംശീയധാര എക്കാലത്തും ഉണ്ടായിരുന്നുവെങ്കിലും വളരെ വൈകി മാത്രം സ്വന്തം അസ്തിത്വമുള്ള ഒരു രാജ്യമായി മാറിയ ചരിത്രമാണ് ബെൽജിയത്തിൻ്റേത്. 1830 ബെൽജിയം ഒരു സ്വതന്ത്ര രാജ്യമാവുന്നത്. അതുവരെ പ്രദേശത്തെ വലിയ അയൽ രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു ബെൽജിയം. കുന്നിറങ്ങി ഗ്രാൻഡ് പ്ലേസിന് അടുത്തെത്തുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നു. നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടേക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നത് കണ്ടു. അറ്റോമിയത്തിന് മുന്നിൽ പ്രോ പാലസ്തീൻ ബൈക്ക് റാലി കണ്ടിരുന്നു. പക്ഷേ ഇവിടെയാണ് പ്രധാനപ്പെട്ട റാലി നടക്കുന്നത് എന്ന് മനസ്സിലായി. ഫ്രീ ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യവുമായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ റാലി ഞങ്ങൾ കുറച്ചു സമയം കണ്ടുനിന്നു. You can see the beautiful flag up there as well, high in the sky of Brussels. ബ്രസൽസ് പട്ടണം ഏറ്റവും സജീവമായി സ്പന്ദിക്കുന്നത് ഗ്രാൻഡ് പ്ലേസിലും അതിൻ്റെ പരിസരത്തുമാണ്. യൂറോപ്പിലെ ഏത് വലിയ പട്ടണത്തിലെത്തിയാലും നമ്മൾ കാണുക കൂടുതലും ടൂറിസ്റ്റുകളെയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്തിയ മനുഷ്യരെ കണ്ട് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ വീണ്ടും ഗ്രാൻഡ് പ്ലേസ് ഭാഗത്തെത്തി. ഗ്രാൻഡ് പ്ലേസ് എന്ന ചത്തുരത്തിൽ നടക്കുന്ന ബിയർ ഫെസ്റ്റിവലിൻ്റെ കാഴ്ച കഴിഞ്ഞ ഭാഗത്ത് ഉണ്ട്. ഇന്ന് ബിയർ ഫെസ്റ്റിവൽ അവസാനിക്കുകയാണ്. അത് നേരത്തെ കഴിയുകയും അതിനുവേണ്ടി ഉയർത്തിയ സ്റ്റോളുകൾ പൊളിച്ചുമാറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചത്തുരത്തെ അതിൻ്റെ മുഴുവനായ ഗാംഭീര്യത്തിൽ കാണാനാവും എന്ന് കരുതിയാണ് ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് വന്നത്. എന്നാൽ ഉത്സവം അവസാനിച്ചിട്ടില്ല. ഇന്നലത്തെ തിരക്കില്ലെങ്കിലും സ്റ്റോളുകൾ പൊളിച്ചു മാറ്റിയിട്ടില്ല. അവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ഗ്രാൻഡ് പ്ലേസിനെ ചത്തുരത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അതിൻ്റെ വിശാലതയിൽ പകർത്താനാവില്ല എന്ന് മനസ്സിലായി. ഈ രാത്രി കൂടിയേ ഞങ്ങൾ ഈ പട്ടണത്തിലുള്ളൂ എന്നതിനാലാണത്. നാളെ അതിരാവിലെ ഇവിടം വിടുകയാണ്. ഈ പട്ടണം മാത്രമല്ല, ഈ രാജ്യവും.
ഗ്രാൻഡ് പ്ലേസിന് ചേർന്ന് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ അത്താഴത്തിനായി കയറി. ബിയർ ഫെസ്റ്റിവൽ നടക്കുകയല്ലേ. ആദ്യമേ വലിയ ഒരു ഗ്ലാസ്സിൽ ബിയർ കൊണ്ടുവച്ചു. സൂര്യൻ അസ്തമിച്ചപ്പോൾ ബിയർ ഫെസ്റ്റിവൽ വളപ്പിലെ തിരക്ക് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഉത്സവം അവസാനിച്ചു എന്ന് മനസ്സിലായി. എങ്കിലും സ്റ്റോളുകളും മറ്റും പൊളിച്ചു മാറ്റുക ഇന്ന് രാത്രിയാവും. ബ്രസൽസിലെ ഗ്രാൻഡ് പ്ലേസ് എന്ന ഈ ചത്തുരം വ്യത്യസ്തമാണ്. യൂറോപ്പിലെ ഇതിനേക്കാൾ വലിയ സ്ക്വയറുകളിൽ ചെന്നെത്തിയിട്ടുണ്ടെങ്കിലും 4 അതിരുകളും അതിപ്രൗഢവും മനോഹരവുമായ കെട്ടിടങ്ങൾ കൊണ്ട് അലങ്കൃതമായ ഗ്രാൻഡ് പ്ലേസ് പോലെ മറ്റൊന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. പ്രൗഢമന്ദിരങ്ങൾക്ക് താഴെ ബിയറിൻ്റെ നേർത്ത ലഹരിയിൽ ഈ വിദൂര പട്ടണത്തിൻ്റെ നാഡീചലനവും കണ്ടിരുന്ന സന്ധ്യാനേരം ഒരുപാട് കാലം ഓർമ്മയിൽ ബാക്കിയാവും എന്നുറപ്പ്.